രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അതിൽ പ്രധാന പങ്ക് ഫെഡറലിസത്തിനുണ്ട്. ഈ ഫെഡറൽ സംവിധാനം ദുർബലപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരമില്ലാതാകും, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകരുന്നതിനിടയാക്കും. ഇത്തരമൊരു സമീപനം ഒരുപാട് ഭാഷയും വിവിധ സംസ്കാരങ്ങളുമുള്ള നമ്മുടേതുപോലെ ഒരു രാജ്യത്ത് നടപ്പാക്കിയാൽ രാഷ്ട്രമെന്ന നിലയിലുള്ള അതിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. നാം കാണേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷ പരിരക്ഷ അത് മതനിരപേക്ഷതയുടെ ഭാഗമായുള്ള കാര്യമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരായി മാറ്റുന്നതിനുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വേട്ടകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് വ്യാപകമായ ആക്രമണം. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രമല്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ ആക്രമണം, വേറൊരു ഭാഗത്ത് ദളിതുകൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളും വ്യാപകമായി വരികയാണ്. ഇതിൻ്റെ കൂടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് ശക്തികളെ പ്രീണിപ്പിക്കൽ, വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കൽ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40% ജനസംഖ്യയുടെ 1% ഉടമസ്ഥതയിലാണ്. ജനസംഖ്യയുടെ ഏറ്റവും താഴെയുള്ള 50% കൈവശം വെറും 3% സമ്പത്ത് മാത്രമാണുള്ളത്. ഇതൊരു ചിത്രം.